ആമിയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം പറയാതെ മറ്റൊരു സ്ത്രീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് വേദികയോ മറ്റാരോ ആയിക്കോട്ടെ, അതിലൊന്നും ഈ അച്ഛന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആമിയുടെ കാര്യത്തിലുള്ള നിന്റെ തീരുമാനം ആദ്യം നീ അറിയിക്കണം. നിനക്ക് അവളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നീ എല്ലാ അർത്ഥത്തിലും അവളെ നിന്നിൽ നിന്ന് മോചിപ്പിക്കണം. എന്നിട്ട് മാത്രമേ നീ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. ആമി വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് വേദികയുടെ കാര്യത്തെക്കുറിച്ച് ദർശനോട് സംസാരിക്കുകയായിരുന്നു ഹരിദാസ്. ആദ്യം ആമി പറഞ്ഞതെല്ലാം അയാളൊരു തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. പക്ഷേ പിന്നീട് സ്വാതിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞത് വേദികയ്ക്ക് ദർശനോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് ദർശനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇനിയും വൈകിക്കൂടാ എന്ന് ഹരിദാസിന് തോന്നി. മാത്രമല്ല ആമിയുടെ കാര്യത്തിൽ തൻ്റെ മകൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണമെന്നും അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് എന്നോട് അങ്ങനെയൊരു ഇഷ്ടം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അഥവാ ആ കുട്ടിക്ക് അങ്ങനെയൊരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഞാൻ ആ കുട്ടിയെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ അച്ഛൻ ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞത് ആമിയുടെ കാര്യത്തിലുള്ള എൻ്റെ തീരുമാനം അറിയാനാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആ കാര്യത്തിന് എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ആദ്യം ദേവിയുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, അതുപോലെ ഒരപേക്ഷ പോലെ അവൻ ചോദിച്ചു. ഹരിദാസ മകൻ്റെ തോളിലായി ഒന്ന് തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ നടന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം ഗൗരവത്തോടെ ഇരുന്ന മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. അവൻ ഫോൺ ഗാലറിയിൽ നിന്നും ആമിയുടെ ഫോട്ടോ എടുത്ത് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് നിന്റെ മനസ്സിലിരിപ്പ് അല്ലേടി കുറുമ്പി? ശരിയാക്കി തരാം ഞാൻ. അവൻ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ചമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് വേദികയ്ക്ക് ഓഫീസിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അവൾ വന്നിട്ട് ദർശൻ്റെയും ആമിയുടെയും വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഹരിദാസ് തീരുമാനിച്ചു. വേദികയില്ലാത്തത് കൊണ്ട് തന്നെ ആമിക്കും സമാധാനമായിരുന്നു. ദർശൻ്റെയും നിഖിലിൻ്റെയും ഒപ്പമിരുന്ന് ദേവിയുടെയും മിച്ചുവിൻ്റെയും കാര്യം സംസാരിക്കുകയായിരുന്നു അവൾ. എന്നാലും തിങ്കളാഴ്ചത്തേക്ക് തന്നെ വെച്ചാൽ മതിയായിരുന്നു അവരുടെ പോക്ക്. ഇതിപ്പോൾ നാളെയെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആയില്ലേ? എനിക്കൊരു ടെൻഷൻ. ഞാൻ അടുത്ത ഞായറാഴ്ച എന്നാ പറഞ്ഞത്. പക്ഷേ അവൻ അടുത്ത ആഴ്ചത്തേക്ക് കുറച്ച് തിരക്കുണ്ടത്രേ. വ്യാഴാഴ്ച അവൻ ഫുൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് മതിയെന്ന് ഞാനും വിചാരിച്ചു. അവനൊരു 11 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അയ്യോ, ഇങ്ങോട്ടാണോ വരുന്നത്? അപ്പോൾ ദേവിയെ വിളിക്കാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുമോ? ഇല്ല, മോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഓഹ്, ഞാനൊന്ന് പേടിച്ചു എൻ്റെ പ്ലാന് മുഴുവൻ തെറ്റിപ്പോകുമോ എന്ന്. ഈ ഉഡായിപ്പ് ഐഡിയകളൊക്കെ ഉണ്ടാക്കാൻ നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു മോളെ? നിഖിലാണ് ആമിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചത്. എന്തുമാവട്ടെ, കാര്യം സക്സസ് ആയാൽ ചിലവുണ്ട്. അതിനൊരു ഉറപ്പുമില്ലല്ലോ. അതിനെ ഉറപ്പിക്കാനൊന്നുമില്ല. നോക്കിക്കോ, എല്ലാം ശരിയാവും. ഈ വക കാര്യങ്ങൾക്കൊക്കെ എന്തൊരു ശുഷ്കാന്തിയും ആത്മാർത്ഥതയുമാണ്. ആ അതെ, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുത്ത് ആ കാര്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ എന്നാ എന്നോട് ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്. ദർശനെ നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു. അവനും തിരിച്ചവളെ കണ്ണു കൂർപ്പിച്ചെന്ന് നോക്കി. അന്ന് വിച്ചുവിനെ കാണാൻ പോയപ്പോൾ ആമി ലേറ്റായ സമയത്ത് ദർശൻ അവളോട് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ. അതേതാ ഞാനറിയാത്തൊരു മഹാൻ? ആമി ദർശനെ നോക്കുന്നത് കണ്ട് കള്ളച്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് നിഖിൽ ചോദിച്ചു. ആവോ, എനിക്കറിഞ്ഞൂടാ. എടാ, വേദിക എന്താ ഇപ്പോൾ വരാത്തത്? അവളുടെ അച്ചമ്മയെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ 2 ദിവസം അച്ചമ്മയ്ക്കൊപ്പം നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞേ അവൾ വരുള്ളൂ. ആ, അവൾ വരാത്തത് കൊണ്ട് ഒരു രസമില്ല. 2 ദിവസം അവൾ ഉണ്ടായപ്പോൾ എന്ത് രസമായിരുന്നു. ഒരു സന്തോഷമായിരുന്നു മനസ്സിന്. അവളുടെ ആ ചിരിയും സംസാരവും, ഹോ, ഓർക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാ മനസ്സിന്. ഇവനിത് എന്ത് തേങ്ങയാ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ നിഖിൽ ദർശനെ നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി തത്തിക്കളിക്കുന്നത് നിഖിൽ കണ്ടു. അപ്പോൾ അവന് കാര്യം കത്തി. ശരിയാ, കാണാൻ എന്തൊരു ഐശ്വര്യമാണ് ആ പെണ്ണിനെ. ആടാ, സാരി ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നാറുണ്ട് സാരി കണ്ടുപിടിച്ചത് തന്നെ അവൾക്ക് വേണ്ടിയാണെന്ന്. ഒരു മോഡലിനെ പോലെ ഇരിക്കും അവൾ സാരി എടുത്ത് വരുമ്പോൾ. ശരിയാ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയത്. ശബ്ദം കേട്ട് ആമിയെ തിരിഞ്ഞു നോക്കിയ ദർശനും നിഖിലും ഒടിഞ്ഞ പേനയുമായി നിൽക്കുന്ന അവളെ കണ്ട് ചിരിച്ചു. പെൻ ഒടിഞ്ഞു. ഒരു ചമ്മിയ ചിരിയോടെ അവൾ പറഞ്ഞു. ഇപ്പോഴത്തെ പേനയ്ക്കൊന്നും ഒട്ടും ബലം പോരാ. കണ്ടില്ലേ ഒടിഞ്ഞുപോയത്? ദർശൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയാ, ലക്സിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പെൻ വാങ്ങി വാങ്ങി കമ്പനി മുടിയും. നിഖിലും ഒട്ടും വിട്ടുകൊടുത്തില്ല.
രണ്ടുപേരും തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ ആമി ഒന്നും മിണ്ടാതെ സിസ്റ്റത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഹലോ, കാർത്തു ചേച്ചി, എന്താ ഈ നേരത്ത്? അതെ. ഏ, ഇവിടെ ജോലിക്ക് കയറിയെന്നോ? എന്നാ ഇങ്ങ് പോരെ, ഞാൻ ഇവിടെയുണ്ട്. ഫോൺ വെച്ച് ദർശനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ കസിൻ ചേച്ചിയാണ്. ആൾക്കിവിടെ ബില്ലിംഗ് സെക്ഷനിൽ ജോലി റെഡിയായിട്ടുണ്ടെന്ന്. അതേതാടാ? എടാ, അത് ബില്ലിംഗ് സെക്ഷനിലെ സംതൃപ്തി ഡെലിവറിക്ക് ലീവ് എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ അവിടേക്ക് അച്ഛൻ അപ്പോയിൻ്റ് ചെയ്തതാ. ഓ, അപ്പോഴേക്കും പ്യൂൺ വന്ന് ഒരു പെൺകുട്ടി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചപ്പോൾ ദർശൻ ആ കുട്ടിയെ അകത്തേക്ക് വിടാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയ കാർത്തിക ദർശനെ വിഷ് ചെയ്തുകൊണ്ട് ആമിയെ നോക്കി ചിരിച്ചു. നിഖിൽ സൈഡിലായുള്ള വിൻഡോയ്ക്കടുത്തായി നിന്നതുകൊണ്ട് കാർത്തിക അവനെ കണ്ടില്ല. എന്നാൽ കാർത്തികയെ കണ്ട് നിഖിലാകെ ഞെട്ടി നിൽക്കുകയായിരുന്നു. നാളെ മാനേജർ മാത്യു സാറിനെ കണ്ടിട്ട് ജോലിയിൽ കയറാം. ഇന്നിപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടോളൂ. ദർശൻ ഒരു ചിരിയോടെ കാർത്തികയെ നോക്കി പറഞ്ഞു. ഓക്കെ സാർ. പോകുന്നതിന് മുൻപായി അവൾ ആമിയെ ഒന്ന് നോക്കി. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം വരാം. വേണ്ട, താനൊരു കാര്യം ചെയ്യേ, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. ഇത് കഴിയുമ്പോൾ എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ സമയം പോലെ നോക്കിക്കോളാം. ദർശൻ പറഞ്ഞത് കേട്ട് ആമിയും കാർത്തികയ്ക്കൊപ്പം തന്നെ പോയി. അവർ പോയി കഴിഞ്ഞാണ് ദർശൻ നിഖിലിനെ നോക്കിയത്. അവനാകെ വിളറി നിൽക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ദർശന് മനസ്സിലായി. എടാ എടാ ഇത് അവളാണോടാ? അവളോ? ആര്? എന്താ പ്രശ്നം? എടാ, അതാ എൻ്റെ കാർത്തിക. ദർശൻ ആദ്യമൊന്നും വ്യക്തമായില്ല. പിന്നെ എന്തോ ഓർത്തെടുത്ത പോലെ അവൻ പറഞ്ഞു, നിന്റെ വല്യമ്മച്ചിയുടെ വീടിനടുത്തുണ്ടായിരുന്ന ആ കുട്ടിയാണോ? നിഖിലും ഒന്ന് മൂളി. എന്താടാ ഇത്, നീ മറന്നില്ലേ അതൊന്നും? മറന്നെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷേ അവളെ കണ്ടപ്പോൾ ഒന്നും മറന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താ അവളെ കണ്ടിട്ട് ഒന്നും സംസാരിക്കാതിരുന്നത്? വേണ്ട, എന്നെ കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് വിഷമമാകും. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. നിന്റെ വല്യമ്മച്ചിയുടെ വീടിനടുത്ത് അവൾ താമസത്തിന് വന്നു. അവളെ നീ കണ്ടു. കണ്ടപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമായി. നീ അവളെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ വിവാഹം മുറച്ചെറുക്കനുമായി ഉറപ്പിച്ചതാണെന്ന്. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ. നിന്നെ കണ്ട അവൾക്ക് വിഷമം തോന്നുന്നത് എന്തിനാ? എന്നാലും വേണ്ടടാ, അവളായിട്ട് കാണുമ്പോൾ കണ്ടാൽ മതി. മതിയെങ്കിൽ മതി. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അന്ന് നീ പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ കല്യാണം നടക്കുമെന്നൊക്കെയല്ലേ? കല്യാണവും കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു കുഞ്ഞുമായിട്ടുണ്ടാകും. വർഷം 1 കഴിഞ്ഞില്ലേ? പക്ഷേ ആ കുട്ടി സിന്ദൂരവും തൊട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. കഴുത്തിൽ താലിയും ഉണ്ടായിരുന്നില്ല. നീ അതൊക്കെ ശ്രദ്ധിച്ചോ? ആമിയുടെ കസിൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപം ഇങ്ങനെയായിരുന്നില്ല. പക്ഷേ അതൊരു സാധു കുട്ടി. കഴുത്തിൽ ഒരു മാലയോ ഒരു ആഭരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചത്. അല്ല, മുറച്ചെറുക്കൻ എന്ന് പറയുമ്പോൾ അമ്മാവൻ്റെ മോനല്ലേ? അപ്പോൾ ആളും ആമയുടെ കസിൻ ആവില്ലേ? നമുക്കൊന്ന് ചോദിച്ചാലോ? അതൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. തൽക്കാലം നീ നാളത്തെ കാര്യമൊന്ന് പ്ലാൻ ചെയ്യേ. അവന് വലിയ താല്പര്യമില്ല എന്ന് തോന്നിയപ്പോൾ ദർശനം പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല.